ടീച്ചർ നമുക്ക് വളരെ നല്ല നിർദ്ദേശങ്ങളും ആശംസകളും പറഞ്ഞു. പിന്നെ മാത്രമല്ല പണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ ശാന്ത ടീച്ചർ ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞതായിരുന്നു, മീറ്റിണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്നലെ ഒരു യാത്രയായിട്ട് ഇന്നലെ തിരിച്ചെത്തിയിട്ടുള്ളൂ. ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് അറിയിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ശാന്ത ടീച്ചർ വരാതിരുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടാകും? ശിവനുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് സംഭവിക്കും. പരിചയപ്പെടലുകൾക്ക് നീളം. ഒരുപാട് ആശംസകളായി എല്ലാവരും അല്ലേ. ഇത് നീട്ടിക്കൊണ്ടുപോകാൻ വലിയ കാര്യങ്ങൾ തോന്നില്ല. എന്തൊക്കെയായാലും ഇതിൻ്റെ സംഘാടനം അവർ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. വളരെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എന്താ പറയുക, മനസ്സിൽ തട്ടുന്ന രീതിയിൽ വളരെയധികം ഹാർഡായിട്ട് തന്നെ അവർ ജോലി ചെയ്ത് ഇത്തരം ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തെ തന്നെ പറയാം, ഒരു 100ഓളം പേര് ഒരു സംഗമത്തിന് എത്തുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരിക്കലും പ്രതീക്ഷയ്ക്കും വളരെയധികം അപ്പുറത്തുള്ള സംഗതി തന്നെയാണ്. എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിച്ച കുറച്ച് ആളുകളുണ്ട്, അവർ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ പഴയ കുറേ മുഖങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷം. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഈ കോളേജിൽ ഇവിടെ സ്കൂളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെൺകുട്ടികൾ വേറെ ക്ലാസ്സിലും ആൺകുട്ടികൾ വേറെ ക്ലാസ്സിലായതുകൊണ്ട് പരസ്പരം ഇപ്പോഴും അറിയാനൊരു ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു പരസ്പരം അറിയാനൊരു ബുദ്ധിമുട്ട് കുറച്ച് ആളുകൾക്ക്. നേരെ വെച്ച് കോളേജിലൊക്കെ എത്തുമ്പോൾ ഒരേപോലെ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടേക്ക് ആയിട്ടൊരു വളരെ അടുപ്പുണ്ടാവും. അത് പലരുടെ മുഖങ്ങളും ഓർമ്മയിലില്ല, എങ്കിലും നിരന്തരം കാണണം. പിന്നെ ഞാൻ ഈ നാട്ടിൽ തന്നെ കുറേ കാലം ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കുറേ ആളുകളെ അറിയാം എന്നുള്ള ഒരു മാത്രമാണുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ ചേർന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. പിന്നെ ഇത് നമുക്ക് പരസ്പരം പരിചയപ്പെടലാണ്. അതിന് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് സമയപരിമിതിയുണ്ട്. അല്ല, അത് പാട്ട് വെക്കാം. ജീവനുണ്ടാവും. വളരെ ആയിക്കോട്ടെ. അതിൻ്റെ പരിചയപ്പെടുത്തലാണ് മിക്സാക്കി കൊടുക്കാം. നമുക്ക് കഴിയുന്നവർ 1-2 നിലയ്ക്ക് നമുക്ക് പരിചയപ്പെടാം. അല്ല, അത് വേണം. പരിചയപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം ചിലവരെ ഒരുപാട് 45 കൊല്ലത്തോളമായിട്ട് നമ്മൾ പല ആൾക്കാരും മുഖം പോലും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതിൽപ്പെട്ട ആരെങ്കിലും എല്ലാവരും വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. കാരണം 4 മണി. അതല്ല, ഒരു കാര്യം ചെയ്യാം. നമ്മളെ നിങ്ങൾ ഓരോരുത്തർ ജസ്റ്റ് വളരെ പറഞ്ഞ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പേര്, സ്ഥലം, ചെറുതായിട്ട് കുടുംബഭാഷ എന്ന് പറയാം. അപ്പോൾ ആദ്യം ബാക്കിൽ നിന്ന് തന്നെ പോവാം. ചന്ദ്രൻ. എൻ്റെ പേര് സുബ്രഹ്മണ്യം. ഞാൻ അതിലൂടെ നിന്നാണ് വന്നിരുന്നത്. 1975-ലാണ് ഞാൻ ഇവിടെ 8ാം ക്ലാസ്സിൽ വന്ന് ചേർന്നത്. അതുവരെ ഹൈ സ്കൂളിലായിരുന്നു. പിന്നെ 78-ലാണ് നമുക്ക് പിരിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പല ജോലികളും ഒക്കെ ആയി കുറേ കാലം കോളേജും ഗൾഫും ഒക്കെ ആയിട്ട് പിന്നെ LIC ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫ് ഒരു പ്രൈവറ്റ് കോളേജ് ടീച്ചറാണ്. 2 ആൺകുട്ടികളാണ്. ഒരാൾ അബുദാബി, ഒരാൾ എറണാകുളം. ഇതായി പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. 46 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടൊന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം വേറെയുണ്ട്. വേറാരോട് നന്ദി പറഞ്ഞു. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പോകും. ഞാനത്തെ പരിചയപ്പെടുത്തി കൂടുതലാവും. ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലുള്ളത്. കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അയിരൂർ തന്നെയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ളതും അയിരൂർ തന്നെയാണ്. ഒരു 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ്. കുട്ടികളില്ല. പിന്നെ
അനിയത്തിയുടെ ഒരു കുട്ടീനെ ഞാനൊരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ദത്തെടുത്ത് അവളെ എൻ്റെ കൂടെ ഉണ്ട്. അവളെ കല്യാണം പഠിപ്പിച്ച് അവൾക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ട്. കല്യാണം കഴിച്ചു കൊടുത്തുള്ളത് തൃശ്ശൂർക്കാണ്. അതിനൊരു കുട്ടിയുണ്ട്. പിന്നെ ഹസ്ബൻഡ് കുറച്ച് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അത് ഷംസൂരും ബീനയ്ക്കും എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. ഒന്നും ഇപ്പോൾ വിശദീകരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരെയും കാണാനും ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ബീനയും 2 വർഷക്കാലമായി ഞങ്ങളിത് തുടങ്ങിയിട്ട്. പക്ഷെ ആരും കിട്ടാത്തത് കാരണം പെട്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും റിട്ടയർഡ് ആയപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സജീവമായുള്ള പ്രവർത്തനം നടത്തി എല്ലാവരെയും കിട്ടി. എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ജീവിതം. സുരേഷ് കുമാർ, തൃപ്പറ്റാണ് വീട്. പിന്നെ ഭാര്യ, 2 മക്കള്, അവർ 2 പേരുടെ ഭാര്യമാർ, അവരുടെ 2 കുട്ടികൾ. അങ്ങനെ നീങ്ങി പോകുന്നു. സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൊയ്തുട്ടി, തല്ലൂർ, ആരങ്ങാട് കിടക്കുവാണ്. സാബിറാണ് വീടിൻ്റെ അയൽവാസി. റാബിയ അതിൻ്റെ അയൽവാസിയാണ്. പിന്നെ ഞാൻ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എന്ന് 3 കൊല്ലമാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് 3 കുട്ടികളാണ്. മൂത്തത് പെൺകുട്ടി, 2ാമത്തത് ആൺകുട്ടി, 3ാമത്തത് ആൺകുട്ടി. അപ്പോൾ ആൺകുട്ടികൾ 2 പേരും ഖത്തറിലുണ്ട്. ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പെൺകുട്ടി ഇവിടെ ഖത്തറിൽ സെറ്റിലാണ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. സുഖമായി പോകുന്നു. കൂടുതൽ സന്തോഷവും സമാധാനവും ദീർഘായുസ്സും നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ തമ്പുരാനെ നന്ദി പറയുന്നു. പേര് നാണിനി, വീട് വന്നേരിയാണ്. ഹസ്ബൻഡ് 2 കുട്ടികൾ, ഒരാളും. ഞാൻ ശാന്തിയിൽ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. സുഖമായിട്ട് വേഗം പാസ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സമയമില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹാജര. ഞാനിപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാനും ഭർത്താവും 2 കുട്ടികളുമാണ്. മകൻ ഓസ്ട്രേലിയയിലാണ്, മകളിവിടെ നാട്ടിലാണ്. റംല, ഞാൻ ചമ്മന്നൂരിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ പടിഞ്ഞാറമ്മൻ്റെ ഉള്ളത്. എനിക്കൊരു 3 എല്ലാവർക്കും അറിയാം. കുട്ടികളുണ്ട്. മോന് വൈഫും യുകെയിലാണ്. മോളെ കല്യാണം കഴിച്ചത് കോഴിക്കോട്. എൻ്റെ പേര് സൗമിനി. ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളും എനിക്ക്. താമസിക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ മുംതാസ്, പുന്നൂർക്കുളം മാവിച്ചോടാണ് വീട്. 4 കുട്ടികൾ, ഭർത്താവ്, ഒരു മോള്, താഴെ 3 ആൺകുട്ടികൾ. സുഖമായിരിക്കും. ചായ 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് മരിച്ചു. നമസ്കാരം. എൻ്റെ ജമീല, പെരുമ്പടപ്പിലേക്ക് വീട് പന്നാരിയാണ് ഇപ്പോൾ താമസം. 3 കുട്ടികൾ, ഒരു മോളും 2 ആൺകുട്ടികളും. ഇപ്പോൾ പന്നാരി താമസം. എൻ്റെ പേര് അബായി. എനിക്ക് 2 കുട്ടികളെ, 2 പെൺകുട്ടികളെ. അന്ന് 10 കഴിഞ്ഞ് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പം പിള്ളേരെ പഠിപ്പിച്ച് സ്വന്തം കാര്യം നിർത്തി കല്യാണം കഴിച്ചു. നല്ല ജോലി, സന്തോഷം. ഹസ്ബൻഡ് 40 കൊല്ലം ദുബായിലായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് സുഖം. എൻ്റെ വീട് ഇവിടെ വന്നേരിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ കമ്പയാമ്പടി ഭാഗത്തേക്ക് പോയി. പിന്നെ കല്യാണം കഴിച്ചുള്ളത് കാഞ്ഞിരപ്പള്ളി. കാര്യങ്ങൾക്ക് 3 കുട്ടികളുടെ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. മോള് താഴത്തേക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നു. മക്കള് ദുബായിലാണ്. എൻ്റെ പേര് ഹഫ്സ. ഞാൻ ചെറായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് തെക്കേ പുലിയൂർക്കാണ്. എനിക്ക് 3 മക്കൾ.
2 ഒരു പെണ്ണും 3 പേര് ഖത്തറിലുണ്ട്. ഞാനും ഹസ്ബൻഡും മാത്രം വീട്ടിലുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ അവസാനത്തിൽ ഞാനും ഹസ്ബൻഡും മാത്രമുണ്ടാവും. ഞാനും പെരുമടത്തിൽ വന്നിരുന്നത് ഇപ്പോൾ മണിയൂണിവേഴ്സിറ്റിക്കാണ് താമസം. ഞാനും ഹസ്ബൻഡ് 4 മക്കളും 4 പുറത്തുനിന്ന് അവിടെയും നമ്മൾ ഒറ്റയ്ക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിലാണ് വന്നിരുന്നത്. പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ചാവക്കാട് ചാങ്ങാട് എന്ന് പറയും. പിന്നെ ഹസ്ബൻഡും ഞങ്ങൾ 2 കുട്ടികളാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ജീവിച്ചിട്ടില്ല. 10 വർഷമായി. സെയിൽ ടാക്സിലെ ഓഫീസറായി വർക്ക് ചെയ്തിരുന്നായിരുന്നു. പിന്നെ ഒരു മോനും ഒരു മോളുമാണ്. മോൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. മോള് PhD ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാലപ്പെട്ടി കാസർഗോഡായിരുന്നു ജോലി. ഇപ്പോൾ പാലപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് പറയാൻ വന്ന. എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഇപ്പോൾ വണ്ടിയിലൊന്നും പോകണില്ല, സുഖമായിട്ടിരിക്കുന്നു. പറയാൻ മറന്നു. ഞാൻ മണിവാസ് കുഞ്ഞമ്മാന്ന് പറയും. ചിറ്റിലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളും, 2 ആൺപിള്ളേർ. 2 സുഖമായിരിക്കുന്നു, അവരെ ഫാമിലി. പിന്നെ ഹസ്ബൻഡ് 5 വർഷമായി അറ്റാക്ക് വന്ന് മരിച്ചു. ഇത്രയുള്ള ചിറ്റിലപ്പള്ളിയിൽ താമസിക്കുന്നു. അവരുടെ ഹസ്ബൻഡ് പുറത്തുനിന്നാണ് വരുന്നത്. എനിക്കൊരു മോനാണ്. അന്ന് ബോംബെയിലായിരുന്നു. മകൻ അവിടെ താമസിക്കുന്നു. 2 നാട്ടിൽ സെറ്റിലായി. ഞാൻ ഹസ്ബൻഡ് നാട്ടിൽ സെറ്റിലായി. എൻ്റെ പേര് ഗീത. എറണാകുളത്താണ് വന്നിരുന്നത്. ഇന്നലെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 കുട്ടികളും. എൻ്റെ പേര് സരോജിനി. ഞാൻ എറണാകുളത്താണ് വന്നിരുന്നത്. ഇപ്പോൾ ആൽത്തറയിൽ നിന്നാണ്. ഭർത്താവും 2 മക്കളും. ഞാൻ രാധ. എറണാകുളത്തുനിന്നാണ് ഒരു വന്നിരുന്നത്. എന്നെ കല്യാണം കഴിച്ചുള്ളത് ശാഖനൂര്. ഭർത്താവ് 2 കുട്ടികൾ, ഒരു മോനും ഒരു മോനും. എൻ്റെ പേര് മുഹമ്മദ്. കൂടുതലായി പരിചയപ്പെടുന്നത് അക്ബറോട് പറഞ്ഞു ആൾ തന്നെയാണ്. വീട് കോടത്തൂരാണ്. നിങ്ങൾ കോടത്തൂരിൽ നിന്ന് ഒരു സ്വന്തം ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്നിരുന്നു. ജാതിയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിദേശത്തൊക്കെ പോയിട്ട് അവിടെ പഠിച്ചു. പാലപ്പെട്ടി, മാറഞ്ചേരി, വിലയങ്കോട്, പൂക്കൂർ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. അവസാനം 6 വർഷം പഠിക്കാത്ത സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്ത് 2018 റിട്ടയർ ചെയ്തത്. ഭാര്യ തവളക്കുള്ള സ്കൂളിൽ ചെമ്മായിരുന്നു. ഒരു റിട്ടയർ ചെയ്തു. 2 മക്കൾ. മോന് എറണാകുളത്ത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മകൾ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ വന്നിരുന്ന പിള്ളേർക്ക് ഇപ്പൊ വെളിയങ്കോടുണ്ട്, കത്തണ്ട്. ഇപ്പൊ 3 ആണും 1 പെണ്ണുണ്ട്. ഞാൻ പുണ്യാക്കുളത്തിലാണ് വന്നിരുന്നത്. 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ പുണ്യാക്കുളം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ 6 തൊട്ട് 10 വരെ പൊന്നേരി സ്കൂളിലേക്കുള്ള യാത്രയായിരുന്നു. ഇപ്പോൾ പൊന്നാനിക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് 3 കുട്ടികൾ, 2 പെണ്ണും 1 ആണും. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചെടുത്തു. മോള് ഒരാൾ നേഴ്സാണ്, ഒരാൾ പാലക്കാട് പന്തളത്ത് ജോലി ചെയ്യുന്നു. ഞാൻ എടപ്പാൾ GADയിൽ വർക്ക് ചെയ്യാണ്. ഭർത്താവ് ഗോവിന്ദ തിയേറ്ററിലെ ഓപ്പറേറ്ററാണ്. സന്തോഷം. പേര് പേര് കമലു. കുണ്ടുകടവ് ജംഗ്ഷൻ്റെ അടുത്ത്. വിശ്വഭാരതി കോളേജിലെ കഴിവുകളെ എൻ്റെ വൈഫാണ് ക്ലാസ് ഓക്കെ. സന്തോഷമായിട്ട് ഓക്കെ. ഞാൻ എൻ്റെ പേര് നിർമ്മല. ഞാൻ 4ാം ഘട്ടത്തിലാണ് വന്നിരുന്നത്. എനിക്ക് 2 മക്കളും ഹസ്ബൻഡും. സുഖമായിരിക്കും. ഓക്കെ.